കേരളത്തിൽ 160 കിലോമീറ്റർ വേഗറയിൽ സ്വപ്നത്തിന് തുടക്കം. 288 വളവുകൾ നിവർത്തും. 849 കിലോമീറ്റർ പാതയ്ക്ക് സർവേക്ക് അനുമതി. കേരളത്തിൽ മണിക്കൂറിൽ 160 കിലോമീറ്റർ വേഗം ഉറപ്പാക്കുന്ന 7 പദ്ധതിക്ക് വിശദ പദ്ധതിരേഖ തയ്യാറാക്കാൻ ആവശ്യമായ സർവേക്ക് അനുമതി. 7 പദ്ധതികളിലുമായി 849 കിലോമീറ്റർ ദൂരപരിധിയിൽ ഇതോടെ വേഗറെയിൽ പാതകൾ യാഥാർത്ഥ്യമാകും. DPR അംഗീകരിച്ചാൽ സംസ്ഥാന സർക്കാർ, നീതി ആയോഗ്, കേന്ദ്ര ധനകാര്യ മന്ത്രാലയം മുതലായവയിൽ നിന്ന് മറ്റ് അനുമതികൾ നേടിയെടുക്കണം. പദ്ധതികൾക്കുള്ള അനുമതി തുടർ പ്രക്രിയയായതിനാൽ കൃത്യമായ സമയപരിധി നിശ്ചയിക്കാനാവില്ലെന്ന് റെയിൽവേ മന്ത്രി അശ്വിനി വൈഷ്ണവ് രാജ്യസഭയിൽ വ്യക്തമാക്കി. തിരുവനന്തപുരം കാസർഗോഡ് അർദ്ധ അതിവേഗ പാതയായ സിൽവർ ലൈനിന്റെ പണിപ്പുരയിലാണ് കേരളമെന്നും മന്ത്രി അറിയിച്ചു. കേരള റെയിൽ വികസന കോർപ്പറേഷൻ പദ്ധതിയുടെ DPR തയ്യാറാക്കിയില്ലെങ്കിലും പുതിയ സാങ്കേതിക നിലവാരമനുസരിച്ച് പരിഷ്കരിച്ചു നൽകാൻ KRDCL-നോട് നിർദ്ദേശിച്ചിട്ടുണ്ട്. ഇന്ത്യൻ റെയിൽവേ ശൃംഖലയുമായി ബന്ധപ്പെടുത്താൻ ബ്രാഡ്ഗേജ് പാത അവലംബിക്കുക, 2 റെയിൽവേ ലൈനുകൾക്കിടയിലുള്ള ഭാഗങ്ങളെ സമാന്തരപ്പെടുത്തൽ, യാർഡുകൾക്കും സെഷനുകൾക്കുമായി മതിയായ ഡ്രെയിനേജ് സംവിധാനം ഒരുക്കുക, കവച് സംവിധാനത്തിന് വ്യവസ്ഥയുണ്ടാക്കൽ, പാരിസ്ഥിതികമായ സുരക്ഷാ മുൻകരുതലുകൾ, വൈദ്യുതീകരണം മുതലായവയെല്ലാം ഉൾപ്പെടുത്തിയിട്ടുണ്ടെന്ന് DPR പരിഷ്കരിക്കണമെന്നും നിർദ്ദേശം നൽകി. നിലവിൽ മംഗളൂരു ഷൊർണൂർ സെഷൻ തീവണ്ടികളുടെ വേഗത 110 കിലോമീറ്ററാണ്. അത് 130 കിലോമീറ്റർ വേഗത്തിലാക്കാൻ വളവുകൾ നിവർത്തുന്നത് അടക്കമുള്ള പ്രവൃത്തി നടക്കുകയാണ്. 288 വളവുകൾ നിവർത്തണം. ഷൊർണൂർ കോഴിക്കോട്, കോഴിക്കോട് മംഗളൂരു സെഷനാണ് 130ലേക്ക് എത്തുക. തിരുവനന്തപുരം ഷൊർണൂർ പാതയിൽ 80 മുതൽ 100 വരെ പരിധിയാണ് വേഗം. തിരുവനന്തപുരം ഷൊർണൂർ പാതയിൽ 80 മുതൽ 100 ആണ് പരമാവധി വേഗം. ഈ പാതയിൽ 76 ചെറിയ വളവുകൾ നേരെയാക്കണം. തിരുവനന്തപുരം കായംകുളം, കായംകുളം എറണാകുളം 2 സെഷനും അടിസ്ഥാന വേഗം 110 ആയി. ഇതാണ് 130ൽ എത്തിക്കേണ്ടത്.